സെവൻസ് ഗോൾഡൻ ഡയമണ്ട്സിലേക്ക് സ്വാഗതം. പൊന്നു വാങ്ങാൻ പൊന്നുവേണം. ഇത്തവണ സെവൻസ് നിങ്ങൾക്കായിട്ട് എത്തിയിരിക്കുന്നത് ലക്ഷം ഓഫറുമായാണ്. നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കപ്പെടുന്ന 10 പേർക്ക് 10,000 രൂപ വീതവും കൂടാതെ നിരവധി സമ്മാനങ്ങളും. അപ്പോൾ തീയതി മറക്കണ്ട, ഓഗസ്റ്റ് 20 മുതൽ സെപ്റ്റംബർ 15 വരെ. അപ്പോൾ ഏവർക്കും സെവൻസ് ഗോൾഡൻ ഡയമണ്ട്സിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. CPIM കൊച്ചി ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മട്ടാഞ്ചേരി രക്തസാക്ഷി ദിനാചരണം സംഘടിപ്പിച്ചു. CPIM കൊച്ചി ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മട്ടാഞ്ചേരി രക്തസാക്ഷി ദിനം ആചരിച്ചു. ചക്കിരടുക്ക് ജംഗ്ഷനിൽ നടന്ന അനുസ്മരണ യോഗം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ജോൺ ഫെർണാണ്ടസ് ഉദ്ഘാടനം ചെയ്തു. മലബാർ കേരളത്തിൽ ലയിപ്പിച്ചിട്ടില്ല. AJ ജോണിന്റെ നേതൃത്വത്തിലുള്ള തിരുക്കൊച്ചി സർക്കാർ ഭരിക്കുന്ന സന്ദർഭത്തിലാണ് മട്ടാഞ്ചേരി വെടിവെപ്പ്. യഥാർത്ഥത്തിൽ തുറമുഖം എന്നുള്ളത് CPM കൊച്ചി ഏരിയ സെക്രട്ടറി PS രാജം അധ്യക്ഷയായി. മട്ടാഞ്ചേരി ചെർളായി ലോക്കൽ സെക്രട്ടറി MA താഹ സ്വാഗതം പറഞ്ഞു. ജില്ലാ കമ്മിറ്റി അംഗം KM റിയാദ്, ഏരിയ കമ്മിറ്റി അംഗങ്ങളായ MK അബി, KJ ആന്റണി, ബി ഹംസ, ബെനഡിക്ട് ഫെർണാണ്ടസ് എന്നിവർ സംസാരിച്ചു. വരുന്ന നിയമസഭാ പഞ്ചായത്ത് കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ ശക്തിയോടുകൂടി ഇന്ത്യയിലെ ഇടതുപക്ഷത്തിൻ്റെ മതനിരപേക്ഷതയുടെ കാവലായി പോരാട്ടം നടക്കുന്ന ഇടതുപക്ഷത്തിന് ശക്തിപ്പെടേണ്ടത് കേരളത്തിൻ്റെ വിജയം അനിവാര്യമാണ്. ആ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് പ്രവർത്തിക്കേണ്ട ഒരു സമയത്താണ് ഈ രക്തസാക്ഷി ദിനം നമ്മൾ ആചരിക്കുന്നത്. തൊഴിലാളികൾ നടത്തിയ പോരാട്ടം ഇന്ന് വേറെ രൂപത്തിൽ, അന്ന് ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ഇന്നത്തെ പുതിയ തലമുറയിലെ പാർട്ടി മെമ്പർമാർക്ക് യോഗങ്ങളിലൊക്കെ സംസാരിക്കുന്നതിന് വേണ്ടി ആണെങ്കിൽ എൻ്റെ വ്യക്തിപരമായ ഒരു കുറിപ്പ്, കേട്ടറിവിൽ നിന്നും അനുഭവങ്ങളിൽ നിന്നും കുറിച്ച ഒരു കുറിപ്പുണ്ട്. അത് CPMന്റെ നിലപാടിൽ ഉറച്ചു നിന്നുകൊണ്ട് തന്നെയാണ് ഞാൻ. മട്ടാഞ്ചേരി ലോക്കൽ സെക്രട്ടറി KH ഹനീഫ് നന്ദി പറഞ്ഞു. ഈരവേലി ജംഗ്ഷനിൽ ഏരിയ സെക്രട്ടറി PS രാജം പതാക ഉയർത്തി. സ്റ്റീവ് അതുപോലെ തന്നെ അവരുടെ കങ്കാണികളുമെല്ലാം തൊഴിലിന് വേണ്ടി രാത്രി കാലങ്ങളിൽ ഇരുട്ടത്ത് നിന്നുകൊണ്ടാണ് ചാപ്പ എറിഞ്ഞുകൊണ്ടിരുന്നത്. 50 തൊഴിലാണുള്ളതെങ്കിൽ 500 പേരാണ് ആ തൊഴിലിന് വേണ്ടി അന്ന് കടിപിടി കൂടിയിരുന്നത്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത്രമാത്രം രൂക്ഷമായിരുന്നു തൊഴിലില്ലായ്മ എന്ന് പറയുന്നത്. അങ്ങനെ ആ തൊഴിലിന് വേണ്ടി, ആ ചാപ്പയ്ക്ക് വേണ്ടി ഓടുന്ന സമയത്ത് ഈ കൂലിവർദ്ധനയ്ക്കും അതുപോലെ തന്നെ തൊഴിലിനും വേണ്ടി നടത്തിയ സമരത്തിനകത്ത് നമ്മുടെ സഖാക്കൾ ചെയ്താൽ. തുടർന്ന് ഈരവേലിയിൽ നിന്ന് ആരംഭിച്ച പ്രകടനം ചക്കരടുക്ക് ജംഗ്ഷനിൽ സമാപിച്ചു. തുടർന്ന് പുഷ്പാർച്ചനയും നടന്നു. ഈ പോസ്റ്റ് ഓഫീസിന്റെ ചുമരുകൾ പരിശോധിച്ചാൽ വെടിയുണ്ട തറച്ച പാട് ഇന്നും നമുക്ക് നഗ്നനേത്രം കൊണ്ട് കാണാൻ കഴിയും. ന്യൂസ് ബ്യൂറോ, മട്ടാഞ്ചേരി.